ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് PSCയുമായി റിലേറ്റ് ചെയ്ത ഒരു കാര്യമാണ്. നമ്മൾ PSCയുമായി റിലേറ്റ് ചെയ്ത ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയ്ക്കകത്ത് ഞാൻ റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യങ്ങളും റാങ്ക് ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ എൻഡ് സ്ക്രീനിൽ ഇട്ടുകൊള്ളാം. നമ്മളിപ്പോൾ നോക്കുന്നത് കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാൻഡിഡേറ്റ് റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അവന് ഇൻഡിഫീസിബിൾ റൈറ്റ് ഉണ്ടോ അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ട്, അതിൽ അപ്പോയിൻമെൻറ്റ് കൊടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ആദ്യമായിട്ട് നോക്കുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കോടതിക്ക് ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റിനെ കമ്പൽ ചെയ്യാൻ സാധിക്കുമോ? അതായത് ഒരു കാൻഡിഡേറ്റ് കൊണ്ടുവന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പരാതി കൊടുക്കണം, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ പരാതി കൊടുക്കുകയാണ്, എനിക്ക് സർക്കാർ വേക്കൻസി ക്രിയേറ്റ് ചെയ്ത് തരണം, എങ്കിലേ ഈ റാങ്ക് ഹോൾഡേഴ്സിന് അപ്പോയിൻമെന്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ വന്നാൽ കോടതിക്ക് അത് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കുമോ? രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് നമ്മൾ നോക്കുന്നത് താൽക്കാലികക്കാരെ കുറിച്ചാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പരാതി പറയുന്നത് താൽക്കാലിക നിയമനങ്ങളെ കുറിച്ചാണ്. അത് എങ്ങനെയാണ് ഒരു റാങ്ക് ഹോൾഡേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുമാണ് നമ്മളിന്ന് നോക്കുന്നത്. നമ്മളിന്നൊരു നോക്കുന്നത് ഒരു ഡിസിഷനാണ്. കേരള PSC പബ്ലിക് സർവീസ് കമ്മീഷന്റെ റാങ്ക് ലിസ്റ്റിൽ വന്ന കാൻഡിഡേറ്റ് ഫയൽ ചെയ്ത കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ആ കേസ് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ഐഡിയ ഇതിനെക്കുറിച്ച് കിട്ടും. അതായത് PSC റാങ്ക് ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കേട്ട് കഴിയുമ്പം ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സാധാരണ PSCയിൽ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ കുഴപ്പം എന്തെന്ന് വെച്ചാൽ, റാങ്ക് ഹോൾഡർ ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ കുഴപ്പം എന്തെന്ന് വെച്ചാൽ, നമ്മൾ കുറേ പ്രതീക്ഷകളുണ്ടാവും. നമ്മൾ പറയുമല്ലോ, ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന് പറയും. PSC റാങ്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ ആശ കിട്ടുന്ന ആളാണ്. അവർ ആശയിൽ ജീവിക്കുന്നവരാണ്. അവസാനം ഉണ്ടാകുന്ന നിരാശ ഉണ്ടാകുമ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടും കാര്യങ്ങൾ അങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും. നമുക്ക് എന്താണോ ഇനി ഫ്യൂച്ചറിൽ ചെയ്യേണ്ടത് അത് നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നമ്മൾ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ പിറകെ നടക്കും. നമ്മളെ ടൈമുകളും എല്ലാം വേസ്റ്റ് ആവും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. കൃത്യമായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനുള്ളത്. നമ്മൾ പോയിന്റ്, അതായത് നമുക്ക് എവിടെയാണോ നമുക്ക് റൈറ്റ് ഉള്ളത് അവിടെ ഒന്ന് കൊട്ടിയാൽ മാത്രമേ നമുക്ക് അതിനുള്ള റിലീഫ് നമുക്ക് കിട്ടത്തുള്ളൂ. അനാവശ്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് വേസ്റ്റ് ആണ്. അത് പറഞ്ഞു തരാനും കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. നിങ്ങൾ റാങ്ക് ഹോൾഡർ ആണെങ്കിൽ മസ്റ്റായിട്ട് ഈ വീഡിയോ മൊത്തമായിട്ട് കേട്ടിരിക്കണം. മറ്റേ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ള ആ വീഡിയോ നിങ്ങൾ കേൾക്കണം. ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, എൻ്റെ വീഡിയോസിൽ പ്ലേലിസ്റ്റ് കയറിയിട്ട് കേരള PSC എന്നുണ്ട്, അതിൻ്റെ അകത്ത് എല്ലാ വീഡിയോസും ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കേട്ട് നോക്കണം. അപ്പം നമുക്ക് ഈ ഒരു കേസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇവിടുത്തെ പെറ്റീഷണർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 10/11/2020 അദ്ദേഹം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പോസ്റ്റ് എന്ന് പറയുന്നത് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ഇൻ ആലപ്പുഴ ഡിസ്ട്രിക്ട്. ഇവിടെ പെറ്റീഷണറുടെ പ്രധാനപ്പെട്ട ഗ്രീവൻസ് എന്തെന്ന് വെച്ചാൽ, ആലപ്പുഴ ജില്ലയിൽ 71 ഗ്രാമപഞ്ചായത്തുണ്ട്. അവിടെ ക്ലറിക്കൽ സ്റ്റാഫും ഡേറ്റ എൻട്രി ഓപ്പറേറ്റർമാരെയും താൽക്കാലികമായി, അതായത് ടെമ്പററി ബേസിൽ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ്. അവരാണ് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റിന്റെ ഡ്യൂട്ടിയും കൂടെ ചെയ്യുന്നത്. അവർ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റിന്റെ ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? വേക്കൻസീസ് ഒന്നും തന്നെ ഫില്ല് ചെയ്യത്തില്ല. കാരണം അവിടെ റെഗുലർ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അവരുടെ കാര്യം നടക്കുകയാണല്ലോ പഞ്ചായത്തിന്റെ. അവിടെ റെഗുലർ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, പക്ഷേ അവർ ക്രിയേറ്റ് ചെയ്തില്ല. കാരണം ഇങ്ങനെ താൽക്കാലികക്കാർ അവിടെ ഇരിപ്പുണ്ട്. അവർ വേറൊരു ലെവലിൽ കയറി വന്നിട്ട് ഈ ജോലിയും കൂടെ ചെയ്യുകയാണ്. ഇതാണ് പെറ്റീഷണറുടെ ഗ്രീവൻസ്. കാരണം റെഗുലർ പോസ്റ്റുകൾ ഒന്നും തന്നെ ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ ഒരു ടെമ്പററി ബേസിൽ ആൾക്കാരെ എടുത്ത് ഈ ജോലിയും കൂടെ ചെയ്യിക്കുമ്പോഴത്തേക്ക് അതാണ് അദ്ദേഹത്തിന്റെ ഒരു ഗ്രീവൻസ്. അദ്ദേഹം പറയുന്നത് എന്തെന്ന് വെച്ചാൽ, 38 പഞ്ചായത്തുകളുണ്ട് ആലപ്പുഴ ജില്ലയിൽ. ഇവരെല്ലാം കൂടെ ഒരു പ്രപ്പോസൽ സർക്കാരിന് കൊടുത്തിരുന്നു. എന്തെന്ന് വെച്ചാൽ, പഞ്ചായത്തുകളിൽ റെഗുലർ ബേസിസിൽ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റിനെ അപ്പോയിന്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് അത് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് 30/12/2017 ആ പ്രപ്പോസൽ വെച്ചത്. അത് സർക്കാരിന് കൊടുത്തത് 14/6/2018. അതായത് പഞ്ചായത്ത് സർക്കാരിന് ഈ പ്രപ്പോസൽ ഹാൻഡ് ഓവർ ചെയ്തു. ആ പ്രപ്പോസലിന്റെ അനക്ഷരേറ്റുമായിട്ട് ആ പ്രപ്പോസലും അവർ കൈമാറിയതിന്റെ കാര്യവും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കോടതിയിൽ. ഈ സർക്കംസ്റ്റാൻസസിൽ എന്ത് ചെയ്യണം? കോടതി സർക്കാരിനോട് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറയണം. കാരണം പഞ്ചായത്ത് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ റെഗുലർ ബേസിസിൽ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റിന്റെ വേക്കൻസീസ് ഇല്ല, അതുകൊണ്ട് റെഗുലർ ബേസിസിൽ അപ്പോയിന്റ്മെന്റ് നടത്തണം, സർക്കാർ PSCയിൽ നിന്നും നടത്തണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനം കൊടുത്തിരുന്നു. അത് ഹാജരാക്കിയിരുന്നു. അതിന്റെ ബേസിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനോട് പ്രൈസ് ചെയ്യാണ് സർക്കാരിനോട് വേക്കൻസീസ് ക്രിയേറ്റ് ചെയ്ത് തരണം എന്ന് പറയാനായിട്ട്, ഡയറക്ഷൻ കൊടുക്കാനായിട്ട്. ഇതാണ് ഇദ്ദേഹം ഫയൽ ചെയ്ത കേസ്. ഇവിടെ തേർഡ് റെസ്പോണ്ടന്റ് ആയിട്ടുള്ള പഞ്ചായത്ത് കോടതിയിൽ അപ്പിയർ ചെയ്തു. അവർ കോടതിയിൽ പറഞ്ഞ കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ ടെമ്പററി അപ്പോയിൻമെന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓർഡർ പ്രകാരം 27/6/2012 ഗവൺമെന്റ് ഓർഡർ പ്രകാരം ടെക്നിക്കൽ അസിസ്റ്റൻസ് എന്ന് പറയുന്ന പോസ്റ്റിലത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ ടെമ്പററി ആയിട്ട് അപ്പോയിൻമെന്റ്സ് നടത്തിയിരിക്കുന്നത്. ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഏതിന്റെ ഭാഗമാണെന്ന് വെച്ചാൽ, ഈ ഗവേണൻസ് ടെക്നിക്കൽ സപ്പോർട്ടിന്റെ ഭാഗമായി അപ്പോയിന്റ് ചെയ്തതാണ്. അത് കോൺട്രാക്ട് ബേസിസിലുള്ള അപ്പോയിൻമെന്റ് ആണ് എന്നാണ് പഞ്ചായത്ത് പറഞ്ഞത്.
പഞ്ചായത്ത് പിന്നെ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റിന്റെ ക്വാളിഫിക്കേഷനും ഇങ്ങനെ കോൺട്രാക്ട് ബേസിസിൽ എടുക്കുന്ന ടെമ്പററി അതായത് താൽക്കാലിക അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ള ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ ക്വാളിഫിക്കേഷനും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. Therefore, by creating a post of lower division typist in every Grama Panchayat, e-governance support to the Grama Panchayats cannot be achieved as the qualifications for both the post are entirely different. അപ്പോൾ ഈ പറയുന്ന ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റിനെ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗവേണൻസിന്റെ ഭാഗമായിട്ടുള്ള ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിന് തുല്യമാവത്തില്ല. അതുകൊണ്ട് ആ ബേസിസിൽ അവരെ പിരിച്ചുവിടാനായിട്ട് പറ്റത്തില്ല. കാരണം എൻറ്റയർലി ഡിഫറെന്റ് ആണ് എന്നുള്ളതാണ് പറഞ്ഞത്. അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, അവർ ഇവരുടെ ജോലി കയറി ചെയ്യാനും സാധിക്കത്തില്ല എന്നുള്ള രീതിയിലുള്ള ഇതിലാണ് അവർ പറയുന്നത്. അവർ ചെയ്യുന്ന അവർ ഡ്യൂട്ടി ചെയ്യുന്നു, ടെക്നിക്കൽ അസിസ്റ്റന്റ് അവർ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ഇവരുടെ ഗ്രീവൻസ് എന്താണ്? ഇവർ ഇവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ ടൈപ്പിസ്റ്റിന്റെ ജോലി അവർ ചെയ്യുന്നുണ്ട്, ഈ ഡാറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സ് ഒക്കെ. അപ്പോൾ ഇവർക്ക് ജോലി കിട്ടാതെ വരും. അതാണ് സത്യവും. പക്ഷേ ഇത് തിരിച്ചാണ് പഞ്ചായത്ത് പറയുന്നത്. എൻറ്റയർലി ഡിഫറെന്റ് പോസ്റ്റാണ്, ക്വാളിഫിക്കേഷൻ ഡിഫറെന്റ് ആണ്, അവരവരെ ജോലിയാണ് ചെയ്യുന്നത്, ഇത് വേറെ ജോലിയാണ്, ഇതുമായിട്ട് ബന്ധമില്ല എന്നാണ് പഞ്ചായത്ത് പറയുന്നത്. പിന്നെ അവർ പറഞ്ഞല്ലോ ഈ പ്രപ്പോസൽ കൊടുത്തിരുന്നു എന്നുള്ളത്. പഞ്ചായത്ത് പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഗവൺമെന്റ് റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഓർഡറും അവർ ഹാജരാക്കി. അത് അനക്ഷർ R3B ആയിട്ടാണ് ഹാജരാക്കിയിരിക്കുന്നത്. ആ ഓർഡർ 24/7/2018 ഓർഡറാണ്. അത് ഗവൺമെന്റ് പറഞ്ഞത് അങ്ങനെയുള്ള പോസ്റ്റ് ക്രിയേഷൻ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ മുകളിലോട്ടൊന്നും ഒരു പഞ്ചായത്ത് പോയിട്ടില്ല. അതുപോലെ തന്നെ സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? 1/2/2021 അനക്ഷർ R3C പ്രകാരം അത് ഹാജരാക്കിയിട്ടുണ്ട്. ഇവിടെ അപ്പോയിന്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ ടെക്നിക്കലായിട്ടുള്ള താൽക്കാലികക്കാരെ, അവരെ 31/3/2022 വരെ അവരുടെ പെർഫോമൻസ് അപ്രൈസൽ നോക്കിയിട്ട് അവരെ എക്സ്റ്റെൻഡ് ചെയ്തു. അവരുടെ ടൈം എക്സ്റ്റെൻഡ് ചെയ്തു. അവരെ കുറച്ച് നാളത്തേക്കാണ് കോൺട്രാക്ട് ബേസിസ് ആണ്. അവരെ എക്സ്റ്റെൻഡ് ചെയ്ത് വീണ്ടും കൂട്ടി, അവരെ കാലാവധി കൂട്ടിക്കൊടുത്തു സർക്കാർ. അതിന്റെ ഓർഡറും ഇവരെ ഹാജരാക്കി, പഞ്ചായത്ത് ഹാജരാക്കി. അങ്ങനെ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ട്രൈബ്യൂണൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 28/10/2021 ഈ ആപ്ലിക്കൻസ്, അതായത് ഈ PSC റാങ്ക് ഹോൾഡറിലുള്ള ആപ്ലിക്കന്റ് പെറ്റീഷണർ ഫയൽ ചെയ്ത ആ കേസ് കോടതി ഡിസ്മിസ് ചെയ്തു. കോടതി പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ സെക്ഷൻ 19 ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് 1985 അതിൽ ഈ സെക്ഷൻ 19 പ്രകാരം പേഴ്സൺ അഗ്രീവ്ഡ് എന്നുള്ള കാറ്റഗറിയിൽ ഈ പെറ്റീഷണർ വരത്തില്ല. അദ്ദേഹത്തിന് ഇവിടെ ലോക്കൽ സ്റ്റാൻഡ് ഇല്ല എന്നാണ് പറയുന്നത്. കാരണം എന്തിനാണ്? ആൻഡ് ദാറ്റ് ക്രിയേഷൻ ഓഫ് എ പോസ്റ്റ് ഈസ് എ മാറ്റർ ഓഫ് എ പോളിസി ഓഫ് ദ ഗവൺമെന്റിന്റെ പോളിസിയാണ് വേക്കൻസീസ്, പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതിൽ ഇടപെടാനായിട്ട് ഈ പറയുന്ന റാങ്ക് ഹോൾഡേഴ്സിനൊന്നും യാതൊരു അധികാരവും ഇല്ല. ആൻഡ് ദാറ്റ് എ മിയർ ഇൻക്ലൂഷൻ ഓഫ് ദ നെയിം ഓഫ് ദ ആപ്ലിക്കന്റ് ഇൻ ദ റാങ്ക്ഡ് ലിസ്റ്റ് വിൽ നോട്ട് കൺഫർ അപ്പോൺ ഹിം എനി റൈറ്റ് ഓഫ് അപ്പോയിന്റ്മെന്റ് ടു എനി പർട്ടിക്കുലർ പോസ്റ്റ്. അതായത് അദ്ദേഹം റാങ്ക് ലിസ്റ്റ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പർട്ടിക്കുലർ പോസ്റ്റിൽ അപ്പോയിന്റ് ചെയ്യാനായിട്ട് യാതൊരു വിധ റൈറ്റും കിട്ടുന്നില്ല, വെസ്റ്റഡ് റൈറ്റും അദ്ദേഹത്തിന് കിട്ടുന്നില്ല. അദ്ദേഹത്തിന്റെ ചാൻസ് വന്നാൽ മാത്രമേ അദ്ദേഹത്തിന് കിട്ടത്തുള്ളൂ. അല്ലാതെ എനിക്കത് വേണമെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാനായിട്ടും സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് ആ ഒരു പെറ്റീഷൻ കോടതി ഡിസ്മിസ് ചെയ്തു. അതിൽ അഗ്രീവ്ഡ് ആയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അതാണ് ഈ കേസ് എന്ന് പറയുന്നത്. ഇവിടെ കോടതി കുറെ ഡിസിഷനുകളാണ് വിലയിരുത്തിയത്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം കേട്ട ശേഷം കോടതി കുറെ ഡിസിഷനും കൂടെ വിലയിരുത്തി. ആ ഡിസിഷനുകളിൽ ഒന്നാണ് ഉണ്ണികൃഷ്ണൻ നായർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അതിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ എ കാൻഡിഡേറ്റ് ഇൻ എ റാങ്ക് ലിസ്റ്റ് സെർട്ടൻലി ഒബ്റ്റെയിൻസ് എ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ഫോർ ബീയിങ് കൺസിഡേർഡ് ഫോർ അപ്പോയിന്റ്മെന്റ് ടു എവരി വേക്കൻസി റിപ്പോർട്ടഡ് ഡ്യൂറിംഗ് ഇൻ ലൈഫ് സ്പാൻ. ഒരു കാൻഡിഡേറ്റ് ഒരു PSC റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാ റൈറ്റും ഉണ്ട് അപ്പോയിന്റ്മെന്റ് കിട്ടാനായിട്ട്, സബ്ജക്ട് ടു ഹിസ് ഹർ പൊസിഷൻ ആൻഡ് ടേൺ ദെയറിൻ. അദ്ദേഹത്തിന്റെ പൊസിഷനും ടേണും അനുസരിച്ച് ആ ടേൺ അദ്ദേഹത്തിന് ആവുമ്പം അദ്ദേഹത്തിന്റെ നെയിം ആവുമ്പം അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് കൊടുക്കാം. ബട്ട് ഡസ് നോട്ട് ഗെറ്റ് എ വെസ്റ്റഡ് റൈറ്റ് ഫോർ ബീങ് അപ്പോയിന്റഡ് ടു എ പോസ്റ്റ്. അതായത് അദ്ദേഹത്തിന് വെസ്റ്റഡ് റൈറ്റ് ഇല്ല. ഇപ്പം ഒരു റാങ്ക് ലിസ്റ്റിലുണ്ട് 10 പേരെ അപ്പോയിന്റ് ചെയ്യണം, അദ്ദേഹത്തിന്റെ പേരില്ല, പക്ഷെ അദ്ദേഹത്തിന് അത് വേണമെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എനിക്ക് ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്, 100ാമത്തെ റാങ്കിലുണ്ട്, ഇപ്പം 50 പേര് വെച്ച് നിർത്താൻ പോകണം, അത് പറ്റില്ല, എനിക്ക് കൃത്യമായിട്ട് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്നതാണ്, അതുകൊണ്ട് എനിക്ക് 100 പേരെയും വേക്കൻസി ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ 150 പേരെയും ക്രിയേറ്റ് ചെയ്ത് എന്നെയും കൂടെ അതിൽ ഉൾപ്പെടുത്തണം എന്ന് പറയാനായിട്ട് അദ്ദേഹത്തിന് പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ ടേൺ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാം എന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അടുത്ത കേസ് എന്തെന്ന് വെച്ചാൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വേഴ്സസ് ഡോക്ടർ കേശവൻ കുട്ടി നായർ. അതിൻ്റെ അകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ദാറ്റ് എ കാൻഡിഡേറ്റ് ഇൻ എ റാങ്ക് ലിസ്റ്റ് ഡസ് നോട്ട് ഗെറ്റ് ആൻ ഇൻഡിഫീസിബിൾ റൈറ്റ് ടു ബി അപ്പോയിന്റഡ് ഈസ് സെർട്ടൻലി ഗുഡ് ലോ ആൻഡ് സച്ച് പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച് ഈവൻ ആഫ്റ്റർ ദ കമ്മിങ് ഇൻ ടു ഫോഴ്സ് ഓഫ് PSC പ്രൊസീജിയർ റൂൾസ് ബിക്കോസ് ദീസ് റൂൾസ് ഓൺലി ഓഫർ ദ കാൻഡിഡേറ്റ്സ് included a rank list a statutory right to be considered against the vacancies available and reported during the lifetime of such
ലിസ്റ്റ് ബട്ട് നോട്ട് ടു ബി അപ്പോയിന്റഡ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, ഒരു കാൻഡിഡേറ്റിന് ഇൻഡിഫീസിബിൾ റൈറ്റ് ഒന്നും ഇല്ല അവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടണമെന്നുള്ളത്. അദ്ദേഹത്തിന്റെ ടേൺ വരുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുമെന്ന് തന്നെയാണ് ഇതിൻ്റെ അകത്തും പറഞ്ഞിട്ടുള്ളത്. ഇത് 2 ഡിസിഷനാണ് പറഞ്ഞ രത്നമ്മ വേഴ്സസ് കേരള പബ്ലിക് സർവീസ് കമ്മീഷനും നമ്മളിപ്പോൾ നോക്കിയ കേശവൻകുട്ടി നായറിന്റെ കേസും. അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഇൻക്ലൂഷൻ ഓഫ് എ കാൻഡിഡേറ്റ് ഇൻ ദ സെലക്ട് ലിസ്റ്റ് വിൽ നോട്ട് കൺഫർ എനി റൈറ്റ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഇൻ ഓഫ് ദ സെറ്റിൽഡ് പൊസിഷൻ ഓഫ് ലോ ആസ് സ്റ്റേറ്റഡ് above. It is only to be held that the petitioner has no right to seek for any appointment merely for the reason that he has been included in Annexure A1 ranked list. ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അദ്ദേഹം റാങ്ക് ലിസ്റ്റ് വന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു ജോലി കൊടുക്കണമെന്നില്ല, അപ്പോയിന്റ്മെന്റ് കൊടുക്കണമെന്നില്ല, അദ്ദേഹത്തിന്റെ പൊസിഷൻ വരുമ്പോൾ മാത്രം കൊടുത്താൽ മതി എന്ന് തന്നെയാണ് ഇതിൻ്റെ അകത്തും പറഞ്ഞിരിക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് പോസ്റ്റ് ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഈ കോടതിക്ക് സർക്കാരിനെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോ പോസ്റ്റ് ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ളതാണ് നോക്കുന്നത്. അതിന് ഇവർ റിലേ ചെയ്തിരിക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് അതേഴ്സ് വേഴ്സസ് ഇൽമോ ദേവി ആൻഡ് അനദർ. ഇത് സുപ്രീം കോടതിയുടെ കേസാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ദ ഹൈക്കോർട്ട് കനോട്ട് ഇൻ എക്സസൈസ് ഓഫ് ദ പവർ അണ്ടർ ആർട്ടിക്കിൾ 226. ആർട്ടിക്കിൾ 226 എന്ന് പറഞ്ഞാൽ നമ്മൾ മാൻഡമസ് റിട്ട് ആണ് കൊടുക്കുന്നത്. റിട്ടിനെ കുറിച്ച് പറയുന്നത് അതിൽ മാൻഡമസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു അതായത് പബ്ലിക് അതോറിറ്റിയെ ഡയറക്റ്റ് ചെയ്യണം, അങ്ങനെ ചെയ്യണമെന്ന്. അങ്ങനെ ഒരു റൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ടു ഡയറക്ട് ദ ഡിപ്പാർട്ട്മെന്റ് ടു സാങ്ഷൻ ആൻഡ് ക്രിയേറ്റ് പോസ്റ്റ് ദ ഹൈക്കോർട്ട് in exercise of the power under 226 of Constitution also cannot direct the government and to the department to formulate a particular regularization policy framing of any scheme is no function of the court and is to sole prerogative of the government. Even creation or sanction of the post is also the sole prerogative of the government and the High Court. In exercise of the power under Article 226 of Constitution cannot issue mandamus and direct to create and sanction the post. കോടതിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ പോളിസിയാണ് പോസ്റ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അത് ഗവൺമെന്റിന്റെ വെസ്റ്റഡ് റൈറ്റ് ആണ്, അവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കോടതിക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നാണ് ഈ കേസിനകത്ത് പറഞ്ഞത്. അവിടെ ഹൈക്കോടതിക്ക് ഈ 226 മാൻഡമസ് പ്രകാരം ഡയറക്റ്റ് ചെയ്യുകയാണ്, ഗവൺമെന്റ് ഇത്ര വേക്കൻസി ക്രിയേറ്റ് ചെയ്യൂ എന്നിട്ട് ഈ കുട്ടികളെ കൂടെ അപ്പോയിന്റ് ചെയ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ ബാറുണ്ട്, സുപ്രീം കോടതിയുടെ ഡിസിഷനാണ്. അപ്പം നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ഇത് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്, നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന വേക്കൻസി ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്നത്. അങ്ങനെ ഇടാൻ പറ്റുമോ? ഡിസിഷൻ സുപ്രീം കോടതിയുടെ ഡിസിഷൻ പറ്റുമോ? പറ്റത്തില്ല. സർക്കാർ തീരുമാനിക്കണം കൊടുക്കണമെന്നുള്ളത്. സർക്കാർ വിചാരിച്ചാൽ കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട, പറ്റത്തില്ല. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ PU ജോഷി വേഴ്സസ് അക്കൗണ്ടന്റ് ജനറൽ. എന്നത്തെ പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ, പാറ്റേൺ, നോമൻ കൾച്ചർ ഓഫ് പോസ്റ്റ്, കേഡർ, കാറ്റഗറീസ്, their creation, abolition, prescription of qualifications and other conditions of service including avenues of promotions and criteria to be fulfilled for such promotions pertain to the field of policy is within the exclusive discretion and jurisdiction of the state, subject of course to the limitations or restrictions envisaged in the Constitution of India, and it is not for the statutory tribunals at any rate to direct the government to have a particular method of recruitment or eligibility criteria or avenues of promotions or impose itself for substituting its views ഫോർ ദാറ്റ് ഓഫ് ദ സ്റ്റേറ്റ്. നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഏത് കാര്യത്തിലായിരുന്നാലും ഇപ്പം ക്രിയേഷൻ ഓഫ് പോസ്റ്റ്, കേഡർ, കാറ്റഗറീസ്, പ്രൊമോഷൻസ്, ഇതിലൊന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കോടതിയിൽ വന്നിട്ട് സർക്കാരിനോട് ഡയറക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ സർക്കാരിൻ്റെ പോളിസീസാണ്. നമ്മൾ പലപ്പോഴും പ്രൊമോഷൻ കൊടുക്കുന്നില്ല, അവരെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യിപ്പിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് നമ്മൾ ഡയറക്ഷൻ ചോദിക്കാറുണ്ട്. അങ്ങനെയൊന്നും ഇതിൻ്റെ അകത്ത് നടക്കത്തില്ല എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. എല്ലാം സർക്കാരാണ് ചെയ്യേണ്ടത്. ഇപ്പം പ്രൊമോഷൻ കൊടുക്കാതെ സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നു, എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നമുക്ക് പറ്റും എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിന് പൈസ ഇല്ല എന്ന് പറഞ്ഞാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവന്മാർക്ക് അപ്പോയിൻമെന്റ് കൊടുക്കരുത്, ഇവന്മാർക്ക് കിട്ടരുത്, ഇവന്മാരെ തടയണം എന്ന് ആവശ്യപ്പെട്ട് മനഃപൂർവ്വം പ്രൊമോഷൻസ് തടഞ്ഞു വെച്ചാൽ നമുക്ക് കോടതി പോകാം. അത് ആർബിട്രറി ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് സർക്കാർ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്. അങ്ങനെ ചെയ്താൽ നമുക്ക് പോകാം. പക്ഷേ അവർക്ക് സാലറി കൊടുക്കാനില്ല, നമുക്ക് ശമ്പളമില്ല, വരുമാനം ഇല്ല എന്ന് പറഞ്ഞാണ് ചെയ്യുന്നതെങ്കിൽ കോടതിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഇത് പറയുന്നത്. അടുത്ത ഇന്ത്യൻ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് വേഴ്സസ് വർക്ക്മാൻ. ഈ കേസിനകത്ത് പറഞ്ഞു വെച്ചാൽ ക്രിയേഷൻ ആൻഡ് അബോളിഷൻ ഓഫ് പോസ്റ്റ് ആൻഡ് റെഗുലറൈസേഷൻ ആർ പ്യുവർലി എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസ് വിഡ് PU ജോഷി വേഴ്സസ് അക്കൗണ്ടന്റ് ജനറൽ. ഹെൻസ് the court cannot create a post where none exist. Also, we cannot issue any direction to absorb the respondents or continue them in service or pay them salaries of regular employees, as these are purely executive functions. This court cannot arrogate to itself the powers of the executive or legislature. There is broad separation of powers under the Constitution, and the judiciary too must know its limits. പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ the court must therefore exercise judicial restraint and not encroach into the executive or legislative domain. Orders for creation of post, appointment on these posts, regularization, fixing pay, scales, continuation in service, promotion, etc. are also executive or legislative functions, and it is highly improper for judges to step into
ദിസ് സ്പിയർ എക്സെപ്റ്റ് ഇൻ എ റേറ്റ് ആൻഡ് എക്സെപ്ഷണൽ കേസ്. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യമാണ്, എക്സെപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്. പ്രൊമോഷൻസും കണ്ടിന്യൂഷൻ ഇൻ സർവീസും ഫിക്സിംഗ് ഓഫ് പേയും സ്കെയിൽസും റെഗുലറൈസേഷനും എല്ലാം സർക്കാരിൻ്റെ പോളിസീസ്. അതിലൊന്നും കയറി ജുഡീഷ്യറിക്ക് ഇടപെടാൻ പറ്റത്തില്ല. എക്സെപ്ഷൻ ഉണ്ട്. എപ്പോഴെന്ന് വെച്ചാൽ അവർ കള്ളത്തരം കാണിച്ചാൽ പറ്റും, മനഃപൂർവ്വം തടഞ്ഞു വെച്ചാൽ പറ്റും, പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി ചെയ്താൽ പറ്റും. കള്ളത്തരത്തിലും വൈരാഗ്യത്തിലും ദേഷ്യത്തിലും വാശിയിലും സർക്കാർ ചെയ്താൽ പറ്റും. അതല്ലാതെ വേറെ ഒരു രീതിയിലും കോടതിക്ക് ഗവൺമെന്റിന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് പൈസ ഇല്ല, കൊടുക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പെറ്റീഷണർ കൊണ്ടുവന്ന് കേസ് കൊടുത്തു, വേക്കൻസി ക്രിയേറ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടു, ടെമ്പററി ബേസിൽ ആൾക്കാർ ഇരിക്കുന്നു എന്നാവശ്യപ്പെട്ടു. അതെല്ലാം കോടതി ഫൈൻഡ് ചെയ്തത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എങ്ങനെയാണോ ഫൈൻഡ് ചെയ്തത് അതേ രീതിയിലാണ്. ഇതിൽ മെയിനായിട്ട് നമുക്ക് ആ ഒരു താൽക്കാലികക്കാരുടെ കാര്യം മാത്രം നോക്കാം. ദ ഗ്രീവൻസ് റേസ്ഡ് ബൈ ദ പെറ്റീഷണർ ഈസ് ദാറ്റ് ആസ് വേരിയസ് പേഴ്സൺസ് ആർ കണ്ടിന്യൂയിങ് ടെമ്പററിലി ഇൻ പോസ്റ്റ് ഓഫ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇൻ വേരിയസ് ഗ്രാമപഞ്ചായത്ത്സ്. അപ്പം അവർ താൽക്കാലികക്കാർ കുറേ പേര് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആൻഡ് ടു നോൺ ക്രിയേഷൻ ഓഫ് പോസ്റ്റ് ഓഫ് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ബൈ ദ ഗവൺമെന്റ്, ദ ചാൻസ് ഓഫ് ദ പെറ്റീഷണർ ടു ഗെറ്റ് എ പബ്ലിക് എംപ്ലോയ്മെന്റ് ഈസ് സബ്സ്റ്റാൻഷ്യലി റെഡ്യൂസ്ഡ്. അപ്പം ഇവരെ വെച്ചുകൊണ്ട് ഈ ജോലി ചെയ്യുമ്പോഴത്തേക്ക് റെഗുലർ വേക്കൻസി ക്രിയേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ പെറ്റീഷണർക്ക് കിട്ടേണ്ട ജോലി പോവും. അദ്ദേഹത്തിൻ്റെ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ ഇതിൽ കോടതി പറഞ്ഞു, ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് ദ സാങ്ഷൻ ടു അപ്പോയിന്റ് എ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇൻ ഓൾ ദ ഗ്രാമപഞ്ചായത്ത് വാസ് ഗിവൺ ബൈ ദ ഗവൺമെന്റ് ആസ് പെർ അനക്ഷർ R3A ഓർഡർ 27/6/2012 ഓർഡർ പ്രകാരമാണ്, സർക്കാരിന്റെ ഓർഡർ പ്രകാരമാണ് ഈ പറയുന്ന ടെക്നിക്കൽ അസിസ്റ്റൻസിനെ എല്ലാം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. എന്തിനാണ്? പ്രൊവൈഡ് ഈ ഗവേണൻസ് ടെക്നിക്കൽ സപ്പോർട്ട് ടു വേരിയസ് ഗ്രാമപഞ്ചായത്ത്. ഈ ഗവേണൻസ് ടെക്നിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? പോസ്റ്റ് ഓഫ് ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അത് ഈ ക്വാളിഫിക്കേഷൻ്റെ ആയിട്ട് ബന്ധമില്ല. ഈ പറയുന്ന ടൈപ്പിസ്റ്റുമായിട്ട് ബന്ധം, ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റുമായിട്ട് ബന്ധമില്ല. ഇത് പറഞ്ഞാൽ എ പെർയൂസൽ ഓഫ് അനക്ഷർ R3A വുഡ് റിവീൽ ദാറ്റ് ദ ടെക്നിക്കൽ അസിസ്റ്റൻസ് ഹാവ് ബീൻ അപ്പോയിന്റഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ് ബേസ്ഡ് ഓൺ പോളിസി ഓഫ് ദ ഗവൺമെന്റ്. ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഗവൺമെന്റിന്റെ പോളിസിയാണ്. ദ ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ്ഡ് ഫോർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഈസ് ഡിഫറൻറ്റ് ഫ്രം ദ ക്വാളിഫിക്കേഷൻ ഫിക്സഡ് ഫോർ ദ പോസ്റ്റ് ഓഫ് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്. എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ ഡ്യൂട്ടീസ് ആർ ആൾസോ എൻ്റയർലി, ഡ്യൂട്ടീസും ഡിഫറൻ്റ് ആണ്, രണ്ടും ഒന്നല്ല. ദ പ്രപ്പോസൽ സബ്മിറ്റഡ് ബൈ ദ ഡയറക്ടർ ഓഫ് പഞ്ചായത്ത് തേർഡ് റെസ്പോണ്ടന്റ് ഹിയറിൻ ഫോർ ക്രിയേഷൻ ഓഫ് പോസ്റ്റ് ഓഫ് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ഇൻ ഗ്രാമപഞ്ചായത്ത് വാസ് കൺസിഡേർഡ് ആൻഡ് റിജക്റ്റഡ് ബൈ ദ ഗവൺമെന്റ്. ഈ പഞ്ചായത്ത് ഗവൺമെന്റിന് നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തിനാണ്? പോസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരണം, കാരണം അങ്ങനെയുള്ള പോസ്റ്റുകൾ ഇവിടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തത് സർക്കാർ റിജക്റ്റ് ചെയ്തു. അതെന്ന് പറഞ്ഞാൽ ഒരു ഡിസിഷനാണ്, ഗവൺമെന്റിന്റെ പോളിസിയാണ്. ദ ഡിസിഷൻ ഓഫ് ദ ഗവൺമെന്റ് ടു സാങ്ഷൻ പോസ്റ്റ് ഓഫ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇൻ ഗ്രാമപഞ്ചായത്ത് ആസ് പെർ അനക്ഷർ R3A ആസ് വെൽ ആസ് ദ ഡിസിഷൻ ഓഫ് ദ ഗവൺമെന്റ് ആസ് പെർ അനക്ഷർ R3B ഡേറ്റഡ് 24/7/2018 നോട്ട് ടു ക്രിയേറ്റ് എനി പോസ്റ്റ് ഓഫ് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ഇൻ ഗ്രാമപഞ്ചായത്ത് ആർ ഓൾ പോളിസി ഡിസിഷൻ ഓഫ് ദ ഗവൺമെന്റ്. ഇറ്റ് ഈസ് സെറ്റിൽഡ് ലാ ദാറ്റ് കോർട്ട് കനോട്ട് ഇന്റർഫിയർ വിത്ത് ദ പോളിസി ഡിസിഷൻ ഓഫ് ദ ഗവൺമെന്റ് അൺലെസ് ഇറ്റ് ഈസ് ആർബിട്രറി ഓർ ഇല്ലീഗൽ. സർക്കാർ മീൻസ് കോടതിക്ക് ഇതിൽ ഇടപെടാൻ പറ്റത്തില്ല സർക്കാരിന്റെ പോളിസിയിൽ. ഇതൊക്കെ സർക്കാരിന്റെ പോളിസിയാണ്. അതായത് ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തതും ലോവർ ഡിവിഷൻ എന്ന് പറയുന്ന പോസ്റ്റ് വേണ്ടാന്ന് പഞ്ചായത്ത് കൊടുത്ത നിവേദനം വേണ്ടാന്ന് വെച്ചതും ഗവൺമെന്റിന്റെ പോളിസിയാണ്. അവിടെ കോടതിക്ക് കയറിയിട്ട് അത് കൊടുക്കണമെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല ഈ പറയുന്ന ഡിസിഷനും ഒക്കെ വെച്ചിട്ട്. അല്ലെങ്കിൽ എപ്പോഴും പറ്റും, ആർബിട്രറി ആണ് അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടാണ് സർക്കാർ ഇത് ചെയ്തതെങ്കിൽ പറ്റും എന്നാണ് ഈ ഇതിനകത്ത് ഈ കേസിനകത്ത് കോടതി വിലയിരുത്തിയത്. രചന വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ ഡൊമൈൻ ഓഫ് ദ കോർട്ട് ടു എംപാർക്ക് അപ്പോൺ ദ എൻക്വയറി ആസ് ടു വെദർ എ പബ്ലിക് പോളിസി ഈസ് വൈസ് ആൻഡ് അക്സെപ്റ്റബിൾ ഓർ വെദർ എ ബെറ്റർ പോളിസി could be evolved. Bajaj Hindustan Limited versus Shadi Lal Enterprises Limited. In the matter of enterprise by the court on administrative policy decision has held that the judicial inference within the administrative decision should be only within narrow limits, like when there is a clear violation of statute or a constitutional provision or when it is clearly arbitrary. ഇവിടെ കോടതി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, സുപ്രീം കോടതിന്റെ ഡിസിഷനാണ്. ഈ കോടതിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പോളിസി, അതായത് ഒരു സ്റ്റേറ്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പോളിസിക്കകത്ത് കടന്നു കയറാൻ പറ്റണമെങ്കിൽ, ജുഡീഷ്യറിക്ക് കടന്നു കയറാൻ പറ്റണമെങ്കിൽ അത് എങ്ങനെയായിരിക്കണം? അത് കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്തിരിക്കണം, പ്രൊവിഷൻസിന് അവർ. അതുപോലെ അവരുടെ ആ പോളിസി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ആർബിട്രറി ആയിരിക്കണം. അവർ മറ്റേ ഈ ഹിറ്റ്ലറിന്റെ ഭരണം കണക്ക് ചെയ്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് ജോലി കിട്ടണ്ടെന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം അവരുടെ ആൾക്കാരെ തിരികെ കയറ്റാൻ വേണ്ടിയിട്ട് ടെമ്പററി ആയിട്ട് അങ്ങനെ മനഃപൂർവ്വം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആർബിട്രറി ആണ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊവിഷന്റെ വയലേഷൻ ആണ്. നമുക്ക് കോടതിയിൽ കയറിയിട്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഓർഡർ വാങ്ങിക്കാനായിട്ട് സാധിക്കും. അല്ല എങ്കിൽ കോടതിക്ക് ഒരു വിധത്തിലും ഗവൺമെന്റിന്റെ പോളിസിയിൽ ഇന്റർവെയിൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ഒറീസ ആൻഡ് അതേഴ്സ് വേഴ്സസ് ബിക്കാരി ചരൺ കുന്തിയ ആൻഡ് അതേഴ്സ്. അതും സുപ്രീം കോടതിയുടെ ഡിസിഷനാണ്. എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, ജുഡീഷ്യൽ ഡയറക്ഷൻ ഫോർ ഫില്ലിംഗ് അപ്പ് ഓഫ് എ പോസ്റ്റ് ഈസ് നോട്ട് വാറന്റഡ് ഇൻ ആസ് മച്ച് ആസ് ദ കോർട്സ് കനോട്ട് ഇന്റർഫിയർ വിത്ത് ദ പോളിസി ഡിസിഷൻ ഓഫ് ദ ഗവൺമെന്റ് ഫോർ റിക്രൂട്ട്മെന്റ് അൺലെസ് ഇറ്റ് ഈസ് ആർബിട്രറി. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്.
ആർബിട്രറി ആയിട്ട് ചെയ്താൽ മാത്രമേ കോടതിക്ക് ഇൻ്റർവ്യൂൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസിയിലൊന്നും ഇടപെടാനായിട്ട് കോടതിക്ക് പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് ഡിസിഷൻസ് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യത്തിലും നമുക്ക് കോടതിയെ കമ്പൽ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. ഡയറക്റ്റ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞ് സർക്കാരിനെ ഡയറക്റ്റ് ചെയ്യിപ്പിക്കണം എല്ലാവരും ഇങ്ങനെയാണ് കേസ് കൊടുക്കുന്നത് കോടതിയിൽ കൊണ്ടുവന്ന്. അത് പറ്റത്തില്ല എന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അത് എന്തായിരിക്കണം, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊവിഷനെ വയലേറ്റ് ചെയ്യണം, ആർബിട്രറി ആയിരിക്കണം, സർക്കാർ അങ്ങനെ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ അതങ്ങനെ പ്രൂവ് ചെയ്യാനും നമുക്ക് സാധിക്കണം. അതാണ് അതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് നമ്മളെല്ലാവരും കേസ് കൊടുക്കാറുള്ളത്, പക്ഷേ അത് നമുക്ക് പ്രൂവ് ചെയ്യാനും കൂടെ സാധിക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഡിസിഷനകത്ത് പറഞ്ഞത് നമുക്ക് മൊത്തമായിട്ടൊന്ന് കേട്ടു നോക്കാം. ഇതിൻ്റെ കോടതി ഡിസിഷൻ എങ്ങനെയാണ്? ഇൻ വ്യൂ ഓഫ് ദ എബോ വി ഫൈൻഡ് ദാറ്റ് ദ പെറ്റീഷനേഴ്സ് ഹാവ് നോട്ട് മെയ്ഡ് ഔട്ട് എ കേസ് ഫോർ ഗ്രാൻഡിംഗ് ദ റിലീഫ്സ് sought for in the original application or to raise a challenge against Annexure R3B order dated 24/7/2018 whereby the government declined the proposal made by the third respondent for creation of the post of lower division typist in Grama Panchayats in as much as issuance of Annexure R3B order is a policy decision of the government and is not proper for this court to interfere with the same. Therefore, we find no reason to interfere with the decision of the Kerala Administrative Tribunal dated 28/10/2021 in OA number case number and the above original petition is accordingly dismissed. അപ്പോൾ ഈ പ്രൊപ്പോസൽ ഗ്രാമപഞ്ചായത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഗവൺമെന്റ് തള്ളിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഗവൺമെന്റിന്റെ പോളിസിയാണ്. ആ പോളിസി ഡിസിഷൻസിൽ നമ്മൾ മുകളിൽ പറഞ്ഞ ഡിസിഷനുകളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇന്റർവെയിൻ ചെയ്യാനായിട്ട് കോടതിക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഈ പെറ്റീഷണർ, ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ആലപ്പുഴ ജില്ലയിലുള്ള പെറ്റീഷണർ ഫയൽ ചെയ്ത കേസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആ ജോലി അവിടുത്തെ ആ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരണം എന്ന് ആവശ്യപ്പെട്ടതും ഈ താൽക്കാലികക്കാരെ വച്ചിട്ടാണ് അത് നടത്തുന്നത്. അതുകൊണ്ട് ഈ പഞ്ചായത്ത് കൊടുത്ത പ്രപ്പോസൽ അവിടെ ഉണ്ട്, ആ പ്രപ്പോസൽ പാലിച്ചു തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത കേസ് ഈ കോടതി നിരുപാധികം തള്ളി, ഓർഡറായി. അപ്പൊ അതിന്റെ ഒരു സിനോപ്സിസ് ഇങ്ങനെയാണ്. 1. എ കാൻഡിഡേറ്റ് ഇൻക്ലൂഡഡ് ഇൻ എ റാങ്ക്ഡ് ലിസ്റ്റ് ഡസ് നോട്ട് ഗെറ്റ് ആൻ ഇൻഡിഫീസിബിൾ റൈറ്റ് ടു ബി അപ്പോയിന്റഡ് ആൻഡ് ഹി ഹാസ് ഓൺലി എ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ടു ബി കൺസിഡേർഡ് അഗെയിൻസ്റ്റ് വേക്കൻസീസ് അവൈലബിൾ ആൻഡ് റിപ്പോർട്ടഡ് ഡ്യൂറിംഗ് ദ ലൈഫ് ടൈം ഓഫ് സച്ച് ലിസ്റ്റ് ബട്ട് നോട്ട് റൈറ്റ് ടു ഗെറ്റ് അപ്പോയിന്റഡ്. 2. ദ courts cannot in the exercise of the power under Article 226 of the Constitution of India issue a mandamus to direct the government to sanction and create a post as sanction and creation of post is the sole prerogative of the government. അപ്പോൾ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ റാങ്ക്ഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് അതിൽ അപ്പോയിന്റ്മെന്റ് കിട്ടാനുള്ള ഇൻഡിഫീസിബിൾ റൈറ്റ് ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ചാൻസ് വരുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന് കിട്ടത്തുള്ളൂ എന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞതെന്ന് വെച്ചാൽ കോടതിക്ക് ഈ ഗവൺമെന്റ് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു മാൻഡമസ് കൊടുത്തുകൊണ്ട് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഓർഡർ ഇടിക്കാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ അതെന്തായിരിക്കണം, അത് ആർബിട്രറി ആയിരിക്കണം. രണ്ടാമത് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ കോടതിക്ക് ഒരു മാൻഡമസ്, അതായത് റിട്ടില് മാൻഡമസ് കൊണ്ട് ഈ ഗവൺമെന്റിനെ ഡയറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അത് കാരണം അത് ഗവൺമെന്റിന്റെ പോളിസിയാണ്, പ്രൊറോഗേറ്റീവ് ഡ്യൂട്ടിയാണ് ആ പോസ്റ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അത് ഗവൺമെന്റ് വേണമെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർക്ക് സർക്കാർ ആർബിട്രറി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ വയലേഷനോട് കൂടി ചെയ്താൽ മാത്രമേ കോടതിക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതല്ലാതെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നാണ് രണ്ടാമത് പറഞ്ഞത്. മൂന്നാമത്തത് ജുഡീഷ്യൽ ഇന്റർഫിയറൻസ് വിത്ത് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ ഷുഡ് ബി ഓൺലി വിത്തിൻ ദ നാരോ ലിമിറ്റ്സ് ലൈക്ക് വെൻ ദർ ഈസ് എ ക്ലിയർ violation of the statute or a constitutional provisions or when it is clearly arbitrary. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ്റെ അകത്ത് ജുഡീഷ്യറിക്ക് എപ്പോൾ ഇന്റർഫിയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊവിഷൻസിന്റെ വയലേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ആർബിട്രറി ആയിട്ട് ചെയ്യുന്നെങ്കിൽ മാത്രമേ അതിൽ ഇടപെടാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഇടപെടാനൊന്നും സാധിക്കത്തില്ല. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം, കുറേ കാര്യങ്ങൾ മനസ്സിലായി കാണും. നമ്മൾ കേസുമായിട്ടൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്, നമുക്കത് വിജയിക്കാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളെ കേസിന് മുന്നോട്ട് പോകാനുള്ളത്. നമുക്ക് കൃത്യമായിട്ടുള്ള എവിഡൻസുകൾ നമ്മൾ ഉണ്ടാക്കി വെക്കണം. ഇത് ആർബിട്രറി ആയിട്ടും കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊവിഷൻസിനെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെയൊക്കെ അപ്പോയിന്റ്മെന്റുകൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഒരു പുതിയ ഡിസിഷൻ വന്നിട്ടുണ്ട് സുപ്രീം കോടതിയുടെ. അതിന്റെ ഡിസിഷൻ ഞാൻ ഇതിലിടാം. അത് ഈ താൽക്കാലികർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഡിസിഷനാണ്, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ഡിസിഷനാണ്. അത് പ്രകാരം നമുക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ സാധിക്കും. അപ്പോൾ ആ ഡിസിഷനും കൂടി ഞാൻ അതിന്റെ ഇത് റിപ്പോർട്ട് ചെയ്ത് വരുമ്പോൾ ഇടുന്നതായിരിക്കും. നിങ്ങൾ ഇതിൽ നോക്കിക്കൊള്ളണം വരുന്നുണ്ടാന്നുള്ളത്. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് PSCക്ക് ഓൾറെഡി ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടേക്കാം. ഇതിൽ എൻ്റെ സ്ക്രീനിൽ കാണും, നിങ്ങളതിൽ ക്ലിക്ക് ചെയ്ത് കാണുക. ഇത്രയും ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്കൊരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും അറിഞ്ഞുകൂടാതെയാണ് ഈ PSCയിലെ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടുത്തമൊന്നുമില്ല. അവർ വന്ന് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. അവർ റാങ്ക് ഹോൾഡേഴ്സ് എല്ലാം കൂടെ കൂടുമ്പോൾ കുറേ പേര് തോന്നുന്ന കണക്ക് എന്തെങ്കിലും ചെയ്യും, കുറേ പേര് തോന്നുന്ന കണക്ക് വേറെ എന്തെങ്കിലും ചെയ്യും. അവസാനം ഇവരെല്ലാവരും ആ നിരാശരായി പോകും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കി തരുന്നതാണ് എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ റാങ്ക് ഹോൾഡേഴ്സ് ലിസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കണം. പിന്നെ ഇതിൻ്റെ അകത്ത് താങ്ക്സ് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ലൈക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു പേയ്മെന്റ് അഡ്മിന് കൊടുക്കണമെങ്കിൽ കൊടുക്കാനായിട്ട് സാധിക്കും. അത് പ്രകാരം പൈസ ഇടാനായിട്ട് സാധിക്കും. ചെറിയൊരു എമൗണ്ട് ചെയ്യാൻ സാധിക്കും. അത് പറ്റുന്നവർക്ക് ഇടാൻ പറ്റും എന്നുള്ളവർ ഇടുക, ഇടണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. പിന്നെ എന്തായാലും ലൈക്ക് ചെയ്യണം, ഇത് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണം. അപ്പോൾ ഒരുപാട് പേർക്ക് ഉപയോഗപ്പെടുന്ന വീഡിയോ ആണ്. ഇനി പുതിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തോളാം. പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.